ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത് ഞങ്ങൾ ഇതിനോട് ബഹിഷ്കരണമൊന്നും പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ ചില വ്യക്തത വരേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ. അതിൽ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന സമയത്തെടുത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരണം. നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. ഇതൊരു രാഷ്ട്രീയ കാപട്യമല്ല എന്ന് തിരിച്ചറിയണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സുവർണാവസരമായി പ്രതിപക്ഷം ഉപയോഗിക്കുകയാണ് എന്ന മട്ടിലാണ് ഇടതുപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്രതികരണം. സർക്കാർ പറയുന്നു ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് പറയുന്നു അയ്യപ്പ ഭക്തരെ വെർച്വൽ ക്യൂവിലൂടെ തിരഞ്ഞെടുത്ത് ലോഗിൻ ചെയ്ത് അനുവദിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒപ്പം അവിടുത്തെ സുരക്ഷിത ദർശനത്തിനുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക മാത്രമാണ്. ഇത്തരമൊരു പരിപാടിയെ പ്രതിപക്ഷം പിന്തുണയ്ക്കേണ്ടതല്ലേ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? അരുണേ, ഇപ്പോൾ ഈ പമ്പയിൽ ഇങ്ങനൊരു വിശ്വാസി സംഗമം അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് ശബരിമലയുടെ എന്ത് വികസനമാണ് ഈ ഗവൺമെൻറ് നേടാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പം രൂപവൽക്കരിച്ചാണ് അല്ലെങ്കിൽ തയ്യാറാക്കിയതാണ്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് വനഭൂമി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നിലയ്ക്കൽ ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗോള സംഗമം പമ്പയിൽ നടത്തിയിട്ട് വേണോ ശബരിമലയുടെ വികസനം നടപ്പാക്കേണ്ട കാര്യത്തിൽ ഒരു വലിയ സംശയമുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷം ചില ഉപാധികൾ വെച്ചു എന്ന് അരുൺ പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ പത്രസമ്മേളനം, സതീശൻ്റെ പത്രസമ്മേളനം അങ്ങനെയാണ് കേട്ടത്. ഇന്നെന്താണ് കോടതി പറഞ്ഞത്? കോടതി അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് വഴി, താങ്കൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങൾ, സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഇത് എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് ഒരു വ്യക്തതയില്ല എന്ന് പറയുന്നു. മറ്റു ക്ഷേത്രങ്ങളുണ്ട്, എന്തിനാണ് ശബരിമലയ്ക്ക് മാത്രം ഈ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകത എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ അരുൺ ചൂണ്ടിക്കാണിക്കാത്ത ഒരു കാര്യം, എന്തിനത് പമ്പയിൽ നടത്തണമെന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതിക്ക് ഇതുവരെ കൃത്യമായിട്ട് ഹൈക്കോടതി ശബരിമലയിലെ സംഭവവികാസങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അവിടെ ഹൈക്കോടതിക്ക് ഒരു സേ ഉണ്ട്. അപ്പോൾ ഹൈക്കോടതി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷം മാത്രമല്ല ഹൈക്കോടതിക്ക് പോലും വലിയ സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ കുടിവെള്ളം, അവിടെ ആശുപത്രി, ചികിത്സാ സൗകര്യങ്ങൾ, ഇതൊക്കെ വേണം. അതിനെന്തിനാ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്ത് നേടാനാ? ഇവിടെ ഈ ലോക മലയാളി സഭ എന്നൊക്കെ പറഞ്ഞ് നടത്തിയല്ലോ, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട്. എന്ത് പ്രയോജനം? 5 പൈസയുടെ പ്രയോജനം ഈ ഗവൺമെൻറ്റിനോ കേരളത്തിനോ ഉണ്ടായിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഇത് പറയുമ്പോഴേ ഇന്നലെയൊക്കെ ഈ വിഷയങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തതാണ്. 2018 സെപ്റ്റംബർ 28-നാണല്ലോ ഇത് വിധി വരുന്നത്. അതിനുശേഷം ഈ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ നമ്മളൊന്ന് പുറകോട്ട് മാറി ചിന്തിക്കേണ്ടതല്ലേ? പിറ്റേ ദിവസം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? പമ്പയിൽ ഞങ്ങൾ ഇനി സ്ത്രീകളെ തടയുകയില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇവിടെ ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കും. മൂന്നാമത്തെ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ദർശനം ആഗ്രഹിച്ചു വരുന്ന സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കി കൊടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ ഒരു ഗവൺമെൻറ്റാണ്. പിന്നീട് ഒക്ടോബർ 19 ഒരു സംഘം സ്ത്രീകളെ പോലീസിൻ്റെ ഹെൽമറ്റുമൊക്കെ ധരിപ്പിച്ച് ചുറ്റും പോലീസ് നിന്നിട്ട് ശബരിമലയിലേക്ക് കടത്താൻ ശ്രമിച്ചു. അന്ന് എന്താണ് തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞത്? ഇത് നടക്കുകയാണെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ ക്ഷേത്രം പൂട്ടിയിടാൻ നിർബന്ധിതനാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര സംഭവവികാസങ്ങൾ. പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു: 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഞങ്ങളുടെ നിലപാടുകളൊന്നും പിൻവലിക്കില്ലെന്ന്. ഈ പഴയ നിലപാട് 2018-ലും 19-ലുമൊക്കെ ഈ ഗവൺമെൻറ് എടുത്തിരുന്ന നിലപാടിൽ നിന്ന് CPM അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് പിന്നോട്ട് പോയോ? ആദ്യം കേരളത്തിലെ ജനങ്ങളോട് അത് പറ. ഇന്നലെ MP ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ഇത് അടഞ്ഞ അധ്യായമാണെന്ന്. യുവതികളുടെ പ്രവേശനം. ഇന്നിപ്പോൾ എന്തോ പറയുന്നത്? യുവതികളുടെ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അരുണേ, സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ്. അവിടെ സ്ത്രീകൾ വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ കോടതി വിധി നിലവിൽ നിൽക്കുമ്പോൾ 2018-ലും 19-ലും ഈ ഗവൺമെൻറ്, പിണറായി സർക്കാർ ശബരിമല വിശ്വാസികളോട്, അയ്യപ്പ ഭക്തന്മാരോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ സംഗമം നടക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമില്ലാത്തത്? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ അവരത് അനുഭവിച്ചതാണ്. BJPയിലേക്ക് ധാരാളം ഹൈന്ദവ വോട്ടുകൾ ഒഴുകിപ്പോകുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്
ഇപ്പോൾ ഈ അയ്യപ്പ അല്ലെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ ഉഡായിപ്പുമായിട്ട് വന്നിട്ടുള്ളത്? അതുകൊണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം, ഇക്കാര്യത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ നിലപാട് എന്താണെന്ന് പറയണം. ഈ നവോത്ഥാന സമിതി ഒന്നും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സത്യം പറഞ്ഞ അരുണേ, ഈ കഴിഞ്ഞ 2018-19 ഈ സംഭവ വികാസങ്ങളുടെ പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന് കേരളത്തിലെ നവോത്ഥാന നായകരുടെ നിരയിലേക്ക് നിൽക്കാൻ വേണ്ടി സ്വയം കയറി നിൽക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ പരിണിത ഫലമാണ് ശബരിമലയോട്. ഇപ്പോൾ ഒറ്റ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അരുണ, ഇത് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ശബരിമലയിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ല. അവിടെ കുഴപ്പം കൂടാതെ മണ്ഡലകാലത്താണെങ്കിലും മകരവിളക്കിനാണെങ്കിലും അവിടെ തീർത്ഥാടകർ വരുന്നു, ദർശനം കഴിഞ്ഞ് പോകുന്നുണ്ട്. എന്തിനാണ് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഈ ഒരു പുതിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്? ശബരിമലയെ വീണ്ടും നിങ്ങൾ ഒരു കലാപത്തിൻ്റെ ഒരു കേന്ദ്ര കാരണമാക്കി മാറ്റുക, അല്ലാതെ ശബരിമല കലാപ സ്ഥലമാക്കുന്നതല്ല. അതിനോടൊരു കാരണമാക്കി മാറ്റുന്ന ഈ ബുദ്ധിശൂന്യത എന്തിനാണ് ഒരു ഗവൺമെന്റിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കാൻ? രാഷ്ട്രീയ നയമെന്ന് പ്രതിപക്ഷ വിമർശനമുണ്ട്. നമുക്ക് കാണാം, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തിയ പൗരത്വ വിഷയമാണെങ്കിലും ശരി, പലസ്തീൻ ഐക്യദാർഢ്യ റാലി ആണെങ്കിലും ശരി, മുത്തലാഖിനെതിരെയായിട്ടുള്ള വലിയ റാലികളാണെങ്കിലും ശരി, അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നതിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഭൂരിപക്ഷ വർഗീയതയോട് അല്ലെങ്കിൽ ഭൂരിപക്ഷ രാഷ്ട്രീയത്തോട്, ഭൂരിപക്ഷ സമുദായത്തോട്, അവരുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കം ആ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. നിലവിൽ പമ്പാ സംഗമം എന്ന് പറഞ്ഞ് 2018 വരെ നടത്തിയിരുന്ന ഒരു പരിപാടി ഇക്കുറിയും നടത്തിയിരുന്നെങ്കിൽ ആർക്കും അതിൽ വിമർശനം ഉണ്ടാവില്ല. സംശയം ഉണ്ടാവില്ല. അല്ല, ഞാനത് അത് തന്നെ പറഞ്ഞു, അതാണ് ലക്ഷ്യമെന്ന് നമുക്കറിയാമല്ലോ. കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ മാതൃകയായ ഒരു ആരാധനാ കേന്ദ്രമാണെന്ന് പിണറായി വിജയൻ പറയുക. 18-ലും 19-ലും എന്താ പറഞ്ഞത്? പ്രാകൃതമായ ആചാരങ്ങൾ, പ്രാകൃതമായ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് നമുക്ക് മാറ്റണം. ശബരിമലയിൽ ലിംഗനീതി, ലിംഗസമത്വം കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ നവോത്ഥാനം, പുതിയ നവോത്ഥാനത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകണം. അതിനാണല്ലോ നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ അരുണെ, വളരെ വ്യക്തമല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്ത് തർക്കിച്ചിട്ടോ സംശയിച്ചിട്ടോ ഇതിൻ്റെ ലക്ഷ്യം എന്താ? ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ 2026 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സ്വന്തം പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഈ വാസവൻ സ്വാമികളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉഡായിപ്പ് തട്ടിപ്പാണത്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അത് അല്ലെങ്കിൽ ഇതുവഴി പിന്നെ ഇതുവഴി ശബരിമലയെ നന്നാക്കി കളയാമെന്നോ മറ്റോ ഉള്ള എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ, ശബരിമല വിശ്വാസികൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും. Debate with Dr. Arun Kumar.